വേണമെങ്കിൽ ചക്ക വേരിൽ മാത്രമല്ല തെങ്ങിലും മാവിലും വരെ കായ്പിക്കാൻ പറ്റും. ഇപ്പം ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായിട്ടുള്ള ബ്രസീലും ഉറുഗ്വേയും പനാമയും ഒക്കെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കെതിരെ കളിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കുറെ സമയങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത്. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമായിട്ടുണ്ട്. പേരിന് പോലും കൊച്ചിയിൽ ഒരു മത്സരം ഇല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയും. മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോടികൾ മുഖ്യമന്മാര് വീണ്ടും പുതിയ കഥകൾ ഇറക്കി നമ്മളെ വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുക. സുകുമാരക്കുറുപ്പിനെ അവന്റെ അമ്മൂമ്മയെ കെട്ടിച്ച 1000 ഒക്കെ വന്ന് കളിച്ചെന്നൊക്കെ പറയും. ഇമാതിരി നാട്ടുകാരെ അപരാധിച്ചു വിടുന്ന ഒരു ചാനലും കുറെ അവന്മാരും പറയേണ്ട കാര്യമില്ല. ഫ്രസ്ട്രേഷൻ കാരണം അവന്മാരൊക്കെ വാക്കുമായിട്ട് നമ്മളും കുറെ തള്ളും. എന്നെ നിങ്ങൾ തെറി വിളിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. കാരണം ഇവിടുന്നെങ്കിലും കിട്ടുന്ന എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞാൻ വലിയ മാസമായിട്ട് വീഡിയോ ആയിട്ട് തള്ളിവിടും. അത് നിങ്ങൾക്ക് നല്ല നിരാശ ഉണ്ടാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഐ റിയലി സോറി, റിയലി സോറി, റിയലി ഓവ് യു ആൻ അപ്പോളജി ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് മിസ്റ്റേക്സ്. എനിക്ക് ഒന്ന് നന്നാവണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ചില ഫോഴ്സസ് എന്നെ കൊണ്ടൊന്നിനും സമ്മതിക്കുന്നില്ല. അതുപോട്ടെ. സെപ്റ്റംബർ 26 ഇന്ത്യയും പനാമയും തമ്മിലുള്ള മത്സരം ബംഗളൂരുവിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ശ്രീകണ്ഠേരവയിൽ നടക്കുന്നു. പനാമ റാങ്കിങ്ങിൽ 40 റേഞ്ചിലുള്ള ടീമാണ്. അത്യാവശ്യം മികച്ച ടീം തന്നെയാണ്. ഇന്ത്യ അവർക്കെതിരെ എങ്ങനെ കളിക്കും എന്ന് കാത്തിരുന്ന് കാണാം. അതിനുശേഷം ഒക്ടോബർ 3 സോൾട്ട് ലേക്കിൽ വെച്ച് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ ബ്രസീൽ പോരാട്ടം. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 6 ഇന്ത്യ ഉറുഗ്വായ് പോരാട്ടം. അപ്പം ഈ ഉറുഗ്വായ്, ബ്രസീൽ, പനാമ തുടങ്ങിയ ടീമുകൾക്കെതിരെ ഇന്ത്യ കളിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ ഒരു ആസിയാൻ ചാമ്പ്യൻഷിപ്പ് ക്വിറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്തിട്ടാണ്, റിജക്ട് ചെയ്തിട്ടാണ്, സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഒരു 3 വമ്പൻ രാജ്യങ്ങളുമായിട്ട് കളിക്കാൻ പോകുന്നത്. ഇതൊരു ഗിമ്മിക്കാണ് എന്താണെന്ന് പറഞ്ഞാൽ പോലും ഇതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ തുറക്കും. പക്ഷേ ഈ സന്ദേശ് സിംഗിനെയും രാഹുൽ ബേഗയൊക്കെ വെച്ച് കളിപ്പിക്കാനാണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇവർക്ക് വലിയൊരു മത്സരത്തിൽ പാർട്ടിസിപ്പൻസ് ആവണം എന്നുള്ള ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് യുവതാരങ്ങൾക്ക് ഇത്തരത്തിലുള്ള വമ്പന്മാരുമായിട്ട് മത്സര പരിചയം കൊടുത്തിരുന്നെങ്കിൽ അത് കുറച്ച് ഉപകാരമായേനെ എന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ. അപ്പം നല്ല ടീമുകൾക്കെതിരെ മത്സരങ്ങൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് കളിപ്പിക്കാൻ പോകുന്നത് പ്രായം തികഞ്ഞ കടൽക്കിഴവന്മാരെ ആണെങ്കിൽ അതുകൊണ്ട് ആർക്കും യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. ചില അവന്മാരുടെ ആത്മരതി അടയാൻ പറ്റുമെന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്നെ കൊണ്ടൊരു കോപ്പും പറ്റുന്നില്ല. ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ അനൗൺസ്മെന്റ് ഒക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. എന്ത് മാലരി. സത്യം റിയലി ഫ്രസ്ട്രേറ്റിംഗ്, ഫ്രസ്ട്രേറ്റഡ്.